നമസ്കാരം, ഞാൻ CK നാസർ കാഞ്ഞങ്ങാട്. ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നത് നമ്മളൊക്കെ ഞെട്ടിച്ച ഒരു സംഭവം കഴിഞ്ഞ ദിവസം അരങ്ങേറുകയുണ്ടായി. അതായത് തൃശ്ശൂർ വെള്ളപ്പായിൽ എന്ന സ്ഥലത്ത് വെച്ച് ഇതര സംസ്ഥാന തൊഴിലാളി ഒരു TTയെ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയുണ്ടായി. എങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്ന് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ദീർഘദൂര ട്രെയിനിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ ലക്ഷക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഉപജീവന മാർഗം നേടി കേരളത്തിലെത്തിയിട്ടുള്ളത്, ഇവിടെ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കണക്കിന് പറഞ്ഞാൽ മലയാളികൾക്ക് ഏറെ ആശ്വാസകരമാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ. എന്നാൽ അതോടൊപ്പം തന്നെ ഒരുപാട് ഉപദ്രവവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രധാന കാരണം ഉത്തരേന്ത്യയിലൊന്നും നമുക്കറിയാം, കൃത്യമായ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കേരളത്തെ പോലെ നിലവിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പേരിന് മാത്രമുള്ള അനൗപചാരികമായ വിദ്യാഭ്യാസമാണ് പലർക്കുമുള്ളത്. പലർക്കും അതുകൊണ്ട് തന്നെ ക്രിമിനൽ സ്വഭാവങ്ങളുണ്ട്. ഒരുപാട് ക്രിമിനൽ കേസുകൾ നമ്മളെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ ട്രെയിനിൽ TTR പൊതുവെ കുറച്ച് അഹങ്കാരികളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അഹങ്കാരികൾ തന്നെയാണ്. ട്രെയിനിൽ കയറിയാൽ ആ ട്രെയിൻ അവരുടേതാണ് എന്ന രീതിയിലാണ് അവർ പലപ്പോഴും പെരുമാറുക. ശരിക്കും പറഞ്ഞാൽ TTRയുടെ ഉത്തരവാദിത്തം അതിൽ യാത്ര ചെയ്യുന്നവർക്കുള്ള പരമാവധി സൗകര്യം ഒരുക്കി കൊടുക്കുക, അവരുടെ ആവശ്യങ്ങൾ കേൾക്കുക, അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നൊക്കെയാണ് അവരുടെ കർത്തവ്യങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ട്രെയിനുകളിൽ നമുക്കിപ്പം നിലവിൽ ചില ആപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ചില ട്രെയിനുകളിലുള്ള സീറ്റ് ഒഴിവുകൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല. നമ്മൾക്കതിന് ആപ്പുണ്ട്, ആപ്പിൽ നോക്കിയാലും സീറ്റ് ഒഴിവ് കണ്ടാലും ഇവർ കയറി കഴിഞ്ഞാൽ പറയും സീറ്റില്ല എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ ഒരു ജനറൽ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പറിലോ AC-ലോ കയറി കഴിഞ്ഞാൽ വളരെ മോശമായ പെരുമാറ്റമാണ് പലപ്പോഴും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ട്രെയിനിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ പോലും നമ്മൾ ചോദിച്ചവരെ ഉടനെ ഇറക്കി വിടും. അതാണ് ഇവരുടെ പരിപാടി. ഞാൻ പലപ്പോഴും പല ട്രെയിൻ യാത്രകളിലും തർക്കിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ട്രെയിനുകളിലുള്ള കച്ചവടങ്ങളാണ്. തലയണ കച്ചവടം, ബലൂൺ കച്ചവടം, കപ്പലണ്ടി കച്ചവടം, തോർത്ത് കച്ചവടം, അതുപോലെ മൊബൈലിൻ്റെ ആക്സസറീസ് കച്ചവടം. അധികം ഉത്തരേന്ത്യൻ ലോബിയാണ് ഇത്. ഒരു വലിയൊരു ടീം ഇങ്ങനെ കയറുകയാണ്. തലയണ, അതായത് മൊബൈൽ ആക്സസറീസ്, ഇയർഫോണ്, അതുപോലെ മൊബൈൽ ഡ്യൂപ്ലിക്കേറ്റ് ചാർജറുകൾ അല്ലെങ്കിൽ ബാക്കപ്പുകൾ, ഇങ്ങനെ കുറേ സാധനങ്ങളായിട്ട് ഇവരിങ്ങനെ കയറുകയാണ്. കാരണം ഇവർ ഒരു ടിക്കറ്റോ സാധാ ജനറൽ ടിക്കറ്റും കൊണ്ട് ഇവരെല്ലാ കമ്പാർട്ട്മെൻറ്റിലും കയറി നിരങ്ങിയാൽ പോലും ഈ TTRമാർ ഒന്നും മിണ്ടില്ല. അത് അവർക്ക് വകവെച്ച് ഈ കച്ചവടം അവർക്ക് ലൈസൻസ് കൊടുത്തതുപോലെയാണ് അവർ കച്ചവടം ചെയ്യുക. നേരെ മറിച്ച് ലൈസൻസ്ഡ് ആയിട്ടുള്ള കച്ചവടം ഉണ്ട്. അത് പിന്നെ IRTCയുടെ നിബന്ധനകൾക്ക് വിധേയമായി ലൈസൻസ് എടുത്ത് ചെയ്യുന്ന കച്ചവടങ്ങളുമുണ്ട്. പക്ഷേ ഇവരുടെ ഈ ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന അല്ലെങ്കിൽ സ്ത്രീകളടക്കമില്ല, യുവതികളടക്കമുള്ള ഇവർക്കൊന്നും യാതൊരു ലൈസൻസും ഇല്ല. ഈ ലൈസൻസ് ഇല്ലാതെ ഇവർ തലങ്ങും വിലങ്ങും പകൽ സമയങ്ങളിലുള്ള ട്രെയിനുകളിലൊക്കെ ഇങ്ങനെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലും AC കമ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ സ്ലീപ്പറിലും ഒക്കെ ഇങ്ങനെ ഈ കച്ചവട സാധനങ്ങളുമായിട്ട് നടക്കും. ഇതെല്ലാം TTRമാർ കണ്ടില്ല എന്ന് നടിക്കും. അപ്പോൾ നമ്മളൊരു ടിക്കറ്റുമായിട്ട് കയറി ഒരു അപ്ഗ്രേഡേഷന് വേണ്ടി അവരെ സമീപിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും ടിക്കറ്റ് ഇല്ല, ഉടനെ ഇറങ്ങുകയും വേണം. നമുക്ക് പിന്നെ അവിടെ നിൽക്കാൻ ഒരു റോളും ഇല്ല എന്നുള്ളതാണ്. ഇവരെ ഈ യാചകരടക്കമുള്ളവരെ ചൂണ്ടിക്കാണിച്ചാൽ പോലും ഒരിക്കലും അവരെ ഇറക്കി വിടാനോ അവർക്കെതിരെ ആക്ഷൻ എടുക്കാനോ തയ്യാറാവാറില്ല. എന്നെയും ഇറക്കി വിട്ടിട്ടുണ്ട്, പലപ്പോഴും ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറയാൻ വന്ന കാരണം,
ഈ TTRമാരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് വിനോദ് എന്ന ഒരു TTR ആണ്. അദ്ദേഹം ഒരു കലാകാരൻ കൂടിയാണ്. ഒരു 10-15 സിനിമകളിൽ അഭിനയിച്ച ഒരു അഭിനേതാവ് കൂടിയാണ്, ഒരു കലാകാരൻ കൂടിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം പറയാനുള്ളത് പറയുകയും ചെയ്യുന്നു. ഞങ്ങളൊരു ദിവസം ഞാനും എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് അനിൽ തൃപ്പൂണിത്തറയിലുള്ള അനിൽ, ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളമല്ല, എൻ്റെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, കാസർഗോഡേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്ലീപ്പറിൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എറണാകുളത്തേക്കാണ്. കാരണം എറണാകുളത്തോ എന്നും ട്രെയിൻ മാറി കയറണം. ഞാൻ കയറിയിട്ടുള്ള ഒരു ലോങ് ട്രെയിനിലാണ്, അതായത് ഷൊർണൂർ വഴി ഇതര സംസ്ഥാനത്തേക്ക് പോകുന്ന ഏതോ ലോങ് ട്രെയിനാണ്, ആഴ്ചക്ക് ഒരു പ്രാവശ്യമുള്ള ട്രെയിനാണ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ 2-3 TTR സ്പെഷ്യൽ സ്ക്വാഡുകൾ അവിടെ ഉള്ള ആളുകളെ മുഴുവൻ അരിച്ചു പെറുക്കി സ്ലീപ്പറിൽ ഫൈൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആളുകൾ വളരെ വിഷമവും സങ്കടവും കരച്ചിലും ഒക്കെ കണ്ടപ്പോഴും ഞങ്ങൾ അത് കാര്യങ്ങൾ അന്വേഷിച്ചു. അവരങ്ങോട്ട് മറ്റ് കമ്പാർട്ട്മെൻറ്റിലേക്ക് പോയപ്പോൾ അന്വേഷിച്ചപ്പോഴേക്കും ഇതര സംസ്ഥാനത്തേക്ക് പോകുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ ഈ TTRമാർ ഇതിൽ കയറിയിട്ട് ഇവർക്കൊക്കെ പിഴ ചുമത്തുകയാണ്. അപ്പം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവരുടെ അടുത്ത് സ്ലീപ്പർ ടിക്കറ്റ് ഉണ്ട്. ഇവരുടെ ആധാർ കാർഡിൽ ഒന്നുകിൽ അച്ഛൻ്റെ പേര് ശരിയുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവരെ പേരുകളിലുള്ള പേരുകളിലുള്ള വ്യത്യാസങ്ങൾ. ഇവർ സാധാരണഗതിയിൽ ഓൺലൈൻ റിസർവേഷൻ എടുക്കുന്നത് എവിടെയെങ്കിലും ഈ ആധാർ കാർഡ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കുന്ന സ്വഭാവമാണ്. കാരണം അവർക്ക് എഴുതാനോ അല്ലെങ്കിൽ ഫോറം പൂരിപ്പിക്കാനോ എന്നുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അവരങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്നൊക്കെ അവരെ ഈ ആധാർ കാർഡിലുള്ള പേര് വെച്ച് അടിച്ച് കൊടുത്തപ്പോഴേക്ക് ഈ ടിക്കറ്റിലെ ന്യൂനതകളും ഈ പോരായ്മകളും ചൂണ്ടിക്കാട്ടിയാണ് എല്ലാവർക്കും ഫൈൻ അടിക്കുന്നത്. അപ്പോൾ ഏകദേശം ആളുകൾക്കും ഫൈൻ അടിച്ചു. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കേട്ടു. അപ്പോൾ ഇവർ പറഞ്ഞ് 2000-3000 ഒക്കെയാണ് ഒരാൾക്ക്. കാരണം ഇവരെ കയ്യിൽ ഇവർ ആറ്റുനോറ്റ് കുറേ മാസങ്ങളോളം പണിയെടുത്ത് സ്വരൂപിച്ച് കൂട്ടിയ പൈസയും കൊണ്ട് നാട്ടിലേക്ക് വന്നിട്ട് അവർ പറയാണ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഉള്ള പൈസയില്ല എന്ന് ഉള്ള സങ്കടകരമായ കാര്യം ഞങ്ങളുമായി പങ്കുവെച്ചു. ഞങ്ങളങ്ങനെ TTR അവരെ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അവരോട് ഈ കാര്യങ്ങൾ അന്വേഷിച്ചു. ഈ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ എറണാകുളത്തുള്ള ഒരു ലേഡി, അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല, അന്ന് എന്തോ നോക്കിയിരുന്നു, ആ ലേഡി അടക്കം ഇങ്ങോട്ട് ഞങ്ങളോട് നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഇതിൽ ഇടപെടുന്നതെന്ന് ചോദിച്ചിട്ട് ഞങ്ങളോട് ഇങ്ങോട്ട് ഇതായി. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു പൊതുപ്രവർത്തകരാണ്, ഇവരൊരു സാധാരണ തൊഴിലാളികളാണ്, നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നതൊക്കെ ഓക്കെ, പക്ഷേ ഇത് അകാരണമായിട്ട് ഇവർ ടിക്കറ്റുള്ളവർക്ക് അടക്കം നിങ്ങൾ ഫൈൻ അടച്ചത് കണ്ടത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവർ ഫോണൊക്കെ എടുത്തു ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് എത്തി. ഇവർ പെട്ടെന്ന് മേലേക്ക് അത് റിപ്പോർട്ട് ചെയ്തപ്പോഴേ തന്നെ ഞങ്ങളും ഫോണെടുത്തു, ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളും റെക്കോർഡ് ചെയ്തു. അങ്ങനെ വാക്ക് തർക്കങ്ങളായി. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അത് ഫൈൻ അടിക്കുന്നത് ഞങ്ങൾ സ്പെഷ്യൽ സ്ക്വാഡാണ്, അപ്പോൾ ഇങ്ങനെയാണ് ഇവരെ കയ്യിൽ രേഖകൾ കൃത്യമില്ല, ഇവരെ ID കാർഡൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്, ഈ ID കാർഡ് കോപ്പിയാണുള്ളത്, ഒറിജിനൽ ഇല്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ അതിലുള്ള അക്ഷരത്തെറ്റുകൾ, ID കാർഡിലുള്ള പേരുകളുടെ വ്യത്യാസങ്ങൾ, ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവർക്ക് ടിക്കറ്റ് ഉണ്ടല്ലോ, ടിക്കറ്റുള്ളവർക്ക് നിങ്ങൾ ഫൈൻ അടിക്കുന്ന ഒരു തരത്തിലും ഞങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം സംസാരിച്ചപ്പോഴേക്ക് ഇവർ പെട്ടെന്ന് ഇവരെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവരത് റിപ്പോർട്ട് ചെയ്യുകയും പിന്നെ അടുത്ത സ്റ്റേഷനിൽ തന്നെ അതിലേക്ക് പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ വരികയും അങ്ങനെ ഞങ്ങളെ ഉൾപ്പെടെ എറണാകുളത്ത് റെയിൽവേ പ്രൊട്ടക്ഷൻ അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി അവരടക്കം പിന്നെ ഞങ്ങളും എല്ലാവരും പിന്നെ അറസ്റ്റ് ചെയ്തു അവിടത്തേക്ക് റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങളപ്പം തന്നെ ഞങ്ങളെ വക്കീലിനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയാണ് ഇപ്പോൾ സാധാരണക്കാരായ കുറേ ആളുകൾ നാട്ടിലേക്ക് പോകുന്നത്, അവരെ മുഴുവൻ ഇവർ ഇങ്ങനെ അകാരണമായിട്ട് 2000-3000 ഒക്കെ ഫൈൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് മനസ്സിലാക്കിയപ്പോഴേക്ക് ഇവർക്ക് കോട്ട തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് ഈ ദീർഘദൂര ട്രെയിനിൽ കയറുന്നത്.
അപ്പോൾ ഈ ദീർഘദൂര ട്രെയിനിൽ കയറിയാൽ ഈ ബംഗാളികളും അതുപോലെ ഉത്തരേന്ത്യക്കാരും അല്ലെങ്കിൽ പിന്നെ മറ്റ് ഇതര സംസ്ഥാനത്തു നിന്ന് വന്നവർക്കൊക്കെ രേഖകൾ കൃത്യമായിട്ടുണ്ടാവില്ല എന്ന് ഇവർക്കറിയാം. അപ്പോൾ ഇവരുടെ കോട്ട തേക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ സ്ക്വാഡിൻ്റെ ഇവരൊക്കെ കോട്ട തേക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കയറിയിട്ട് ഫൈൻ അടിച്ചിട്ടാണ് ഇവരെ കോട്ട തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവർ മേലേക്ക് റിപ്പോർട്ട് ചെയ്ത് അവരടക്കം ഞങ്ങളടക്കം ഇറങ്ങിയിരിക്കുകയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നു. അവസാനം പിന്നെ ഞങ്ങളെ പേരിൽ കേസെടുക്കുന്നതായി അറസ്റ്റ് ചെയ്യുന്നതായി കോടതിയിൽ ഞങ്ങൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കാരണം പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ലേ, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ ഇറങ്ങിയത്. ഈ TTRമാരുടെ വിചാരം ഇത് ഞങ്ങളുടെ ട്രെയിനാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തും ആവാം, അല്ലെങ്കിൽ ആരും ചോദിക്കാനില്ല എന്നുള്ള ഒരു ധാർഷ്ട്യം അവർക്കുണ്ട്. അതിനുള്ള മറുപടിയാണ് ഇന്നലെ ഒരുപക്ഷെ കിട്ടിയത്. കാരണം നമ്മളെപ്പോലെ സഹിക്കുന്ന അല്ലെങ്കിൽ ക്ഷമിക്കുന്ന എല്ലാവരും സഹിച്ചു കൊള്ളുന്നില്ല. ചിലവർക്ക് വികാരങ്ങളുണ്ടാവാം, വിചാരങ്ങളുണ്ടാവാം, ദേഷ്യം ഉണ്ടാവാം. ചില സമയത്ത് അവർ പ്രതികരിച്ചേക്കാം. ആ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഒരു TTRക്ക് ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്. ഞാൻ സാന്ദർഭികമായിട്ട് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഇതൊന്നും ഒരു ശരിയല്ല. കാരണം ഇതൊക്കെ നിങ്ങൾ ഒരു മാനുഷികമായ പരിഗണന, അതായത് പരിഗണന റെയിൽവേയിൽ കയറുന്ന യാത്രക്കാരോട് കൊടുക്കണം. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാനുഷിക പരിഗണന അവർക്ക് ചെയ്യണം. അപ്പോൾ അതിലൊരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി പറഞ്ഞത്, ഞാൻ അവരെ കയ്യിൽ ഫൈൻ എഴുതിയപ്പോൾ ആ ഫൈൻ തികയാത്തത് കൊണ്ട്, അവരുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണ് ബാക്കി പൈസ ചേർത്തത് എന്നുള്ള വലിയ ഒരു ന്യായം കൂടി അന്ന് ആ ഒരു ലേഡി പറഞ്ഞിരുന്നു. എനിക്ക് അവരുടെ പേരേതായാലും ഓർമ്മയുണ്ടെങ്കിൽ പോലും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അവസാനം ഞങ്ങളുടെ അഡ്വക്കേറ്റ് വന്നു. ഞങ്ങൾ ഒരു സംഘടനയുടെ ഭാരവാഹികളാണ് എന്ന് മനസ്സിലായപ്പോൾ അവർ കോംപ്രമൈസിന് തയ്യാറായി. അങ്ങനെ ഞങ്ങളൊരു ക്ഷമാപണം പറഞ്ഞ് കോംപ്രമൈസോടുകൂടി ഞങ്ങൾ അന്ന് പിരിയുകയാണ്. ഏതായാലും ഇതൊരു പാഠമാണ്. നിങ്ങൾ ഇതര സംസ്ഥാനത്തു നിന്ന് വരുന്നവരിൽ ചിലരെങ്കിലും ക്രിമിനലുകൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കയ്യിലില്ലാത്ത പൈസ ഫൈൻ അടക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ദേഷ്യം കൊണ്ട് ഒരു പക്ഷേ തള്ളിയിട്ടതാവാം. അങ്ങനെ ആവാനാണ് സാധ്യത. ഏതായാലും ഇതിൻ്റെ ഈ കൂടുതൽ കേസും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മൊഴിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാം. ഏതായാലും എൻ്റെ ഓർമ്മയിലുള്ള ഈ ഇതര സംസ്ഥാന തൊഴിലാളികളോട് കാണിക്കുന്ന ചില അന്യായങ്ങളെക്കുറിച്ച് തുറന്നു പറയുക എന്നത് ആണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഏതായാലും ഇത് കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.